ഹായ് നമസ്കാരം. ശ്രീഭാഗ്യ ഫാഷൻസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു സൂപ്പർ കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഇതിന് മുന്നേ ചെയ്തിരുന്നു ഈ ഒരു കുർത്തി. നല്ലൊരു എൻക്വയറി ആയിരുന്നു. അങ്ങനെ ഒരുപാട് പേര് റീസ്റ്റോക്കിംഗ് ആവശ്യപ്പെട്ടത് പ്രകാരം നമ്മൾ വീണ്ടും അത് റീസ്റ്റോക്കിംഗ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ അന്ന് ചെയ്ത പാറ്റേൺ എന്ന് പറയുന്നത് സ്ലിറ്റഡ് ടോപ്പ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് എ ലൈൻ ആണ്. ഒരുപാട് പേര് നമുക്ക് എ ലൈൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ എ ലൈൻ പാറ്റേൺ നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒന്നുകൂടെ ആ ഒരു റീസ്റ്റോക്കിംഗ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അന്നത്തെ പാറ്റേണിൽ നമുക്ക് ഏറെക്കുറെ സ്ലിറ്റഡ് ടൈപ്പിൽ വരുന്നത് ഏറെക്കുറെ നമുക്ക് സോൾഡ് ഔട്ട് ആയി. എന്നാലും കുറച്ച് പീസൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ ഏതെങ്കിലും വേണമെങ്കിൽ എൻക്വയറി ഇട്ടോളൂ. സ്ലിറ്റഡ് ടോപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് നോക്കാം. പക്ഷെ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളതെല്ലാം ഫുൾ സ്റ്റോക്കിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. എല്ലാ സൈസും അവൈലബിൾ ആണ്. M2XXL സൈസ് അവൈലബിൾ ആണ്. മെറ്റീരിയൽ വരുന്നത് നല്ലൊരു രംഗീല സിൽക്ക് മെറ്റീരിയലാണ് വരുന്നത്. നല്ലൊരു ക്ലാസിക് അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ ലുക്ക് തരുന്ന ഒരു മെറ്റീരിയലാണ്. അതുപോലെയാണ് ആ ഒരു ഹാൻഡ് വർക്കും യോക്കിൽ കൊടുത്തിട്ടുള്ളത്. നല്ലൊരു റൗണ്ട് ഷേപ്പിൽ ആ ഒരു യോക്കിൽ റൗണ്ട് ഷേപ്പിൽ ആ ഒരു വർക്ക് പോയിട്ടുണ്ട്. നല്ലൊരു നമുക്ക് വെയർ ചെയ്യുമ്പോൾ നല്ലൊരു ബോഡി ഷേപ്പും കിട്ടും. നല്ല ഭംഗിയായിരിക്കും. നല്ലൊരു പാർട്ടി വെയർ കുർത്തിയും തന്നെയാണ്. യോക്കിൽ നല്ലൊരു റൗണ്ട് ബീഡ്സും കുഞ്ഞു റൗണ്ട് ബീഡ്സും കുറച്ചും കൂടെ വലുതായ റൗണ്ട് ബീഡ്സും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. കട്ട് ബീഡ്സ് യൂസ് ചെയ്തിട്ടില്ല. ഫുള്ളും റൗണ്ട് ബീഡ്സ് യൂസ് ചെയ്തിട്ടുള്ളൊരു കുർത്തിയാണ്. നമുക്ക് ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണാം. ഫസ്റ്റ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ്. ഒരു 2 ടോൺ ഫാബ്രിക് ആയതുകൊണ്ട് നമുക്കൊരു ആ ഒരു കളർ ടോൺ ഒരു ഡബിൾ ഷെയ്ഡ് നമുക്കിതിൽ തോന്നും. ഇതിൻ്റെ നെക്ക് വന്നിട്ടുള്ളത് നല്ലൊരു റൗണ്ട് നെക്കിലാണ് വരുന്നത്. ഇതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ്. നല്ലൊരു റൗണ്ട് നെക്കിലാണ് വരുന്നത്. പാറ്റേൺ വരുന്നത് എ ലൈൻ ആണ്. എ ലൈൻ കട്ടിലാണ് വരുന്നത്. ഇതുപോലെ എ ലൈൻ ടോപ്പ് ആയിട്ടാണ് വരുന്നത്. ഉള്ളില് ക്രേപ്പിന്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബോഡി പോർഷൻ ലൈനിങ്ങിലും സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലുമാണ് വന്നിട്ടുള്ളത്. ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് കണ്ടോ, ഇതൊരു സ്ലിറ്റഡ് ടോപ്പ് ആയിട്ടാണ് വരുന്നത്. ഇത് മുന്നേ ചെയ്ത വീഡിയോയുടെ ടോപ്പ് ആയിരുന്നു. ഇത് എ ലൈൻ പാറ്റേണിലാണ്. ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് എ ലൈൻ പാറ്റേൺ ആണ്. ഇങ്ങനെ വരുന്നുണ്ട്. നല്ല നമുക്ക് എ ലൈൻ ഒരുപാട് പേർക്ക് നല്ല ഇഷ്ടമുള്ളൊരു പാറ്റേൺ ആണ് എ ലൈൻ പാറ്റേൺ. ഇങ്ങനെ വരുന്നുണ്ട്. ഇതിൽ M2XXL സൈസ് നമുക്ക് അവൈലബിൾ ആണ്. 699 ആണ് പ്രൈസ് വരുന്നത്. ബാക്ക് പോർഷൻ ഇങ്ങനെ വരുന്നുണ്ട്. ആദ്യം കൊണ്ടുവന്ന അതേ ഒരു കളർ ഷെയ്ഡ് തന്നെയാണ് ഇപ്പോഴും നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. 6 കളേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഭംഗിയുള്ളൊരു ബോട്ടിൽ ഗ്രീൻ ആണ്. ബോട്ടിൽ ഗ്രീൻ നമുക്ക് വീഡിയോയിൽ അത്രത്തോളം നമുക്ക് കിട്ടിയിട്ടില്ല. അത്രയ്ക്ക് നമുക്ക് ഭംഗിയുള്ളൊരു കളർ ഷെയ്ഡാണ്. ഇത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. കറക്റ്റ് ആ ഒരു ഗ്രീൻ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ വരുന്നുണ്ട്. പാറ്റേൺ ഒക്കെ സെയിം ആണ്. വർക്കും സെയിം ആണ്. കണ്ടോ, ഇതുപോലെയാണ് ആ ഒരു വർക്കിന്റെ ആ ഒരു ക്ലോസർ വ്യൂ വരുന്നത്. സിമ്പിൾ ആയിട്ട് എന്നാലും പക്ഷെ നല്ലൊരു ലുക്കും ക്ലാസിക് ലുക്ക് തരുന്നൊരു വർക്കാണ്. ഗ്രീന് വീഡിയോയിൽ കാണുന്ന ഗ്രീൻ അല്ല, നല്ല ഗ്രീൻ ആണ്. നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ്. നമുക്ക് വീഡിയോയിൽ ഒരു പീകോക്ക് ബ്ലൂയുടെ ബ്ലെൻഡായ കളറായിട്ടാണ് തോന്നുന്നത്. ഇതെടുത്തവർക്കറിയാം. നമുക്ക് എൻ്റെ ഒരു റെക്കമെൻഡിൽ ഇതെടുത്ത ഒരുപാട് പേരുണ്ട്. അവർക്ക് നല്ല എനിക്ക് അഭിപ്രായം തന്നിട്ടുണ്ട്. അത്രയ്ക്ക് നല്ല കളർ ഷെയ്ഡാണ്. എ ലൈനാണ് പാറ്റേൺ വരുന്നത്. ബോഡി പോർഷൻ ലൈനിങ്ങിൽ സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിൽ വരുന്നുണ്ട്. ബാക്ക് പോർഷൻ ഇങ്ങനെ വരുന്നുണ്ട്. നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു മെഹന്തിയാണ്. ഡാർക്ക് മെഹന്തി ഗ്രീൻ ഷെയ്ഡാണ്. ഇതുപോലെയാണ് എൻ്റെ ആ യോക്കിൽ വരുന്നത് വർക്ക് വരുന്നത്. മെഹന്തി ഗ്രീൻ ഷെയ്ഡ് എ ലൈൻ പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. ബോഡി പോർഷൻ ലൈനിങ്ങിലും സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും വരുന്നുണ്ട്. ബാക്ക് പോർഷൻ ഇങ്ങനെ വരുന്നുണ്ട്. നെക്സ്റ്റ് കളർ വരുന്നത് മെഹന്തിയിൽ തന്നെ കുറച്ച് ലൈറ്റ് ഷെയ്ഡാണ്. അതാണ് രണ്ടും അടുത്തടുത്ത് കാണിക്കുന്നത്. ഇതേപോലെ വരുന്നുണ്ട്. മെഹന്തി കളറാണ്. ഡാർക്ക് ഷെയ്ഡും ലൈറ്റ് ഷെയ്ഡും നമുക്ക് രണ്ടും കൂടെ ഒന്ന് നോക്കാം. ഇതുപോലെയാണ് ആ ഒരു കളർ ഷെയ്ഡ് വരുന്നത്. കണ്ടോ, രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ആ ഒരു ഡാർക്കും ലൈറ്റും. നെക്സ്റ്റ് നമ്മൾ ബ്ലൂ ഉണ്ട്. ഭംഗിയുള്ളൊരു റോയൽ ബ്ലൂ ഷെയ്ഡ് ഉണ്ട്. ഡാർക്ക് ബ്ലൂ. ഇതിപ്പോ എ ലൈൻ പാറ്റേണിലാണ് വരുന്നത്.
ബോഡി പോർഷൻ ലൈനിങ്ങിലും സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും ബാക്ക് പോർഷൻ ഇങ്ങനെ വരുന്നു. M2 XXL സൈസ് അവൈലബിൾ ആണ്. നെക്സ്റ്റ് വരുന്നത് ഒരു ബീട്രൂട്ട് ഷെയ്ഡ്. നമ്മൾ പർപ്പിൾ എന്ന് പറയാൻ പറ്റില്ല, കറക്റ്റ് ഒരു ബീട്രൂട്ട് കളർ തന്നെയാണ്. ഇതുപോലെയാണ് അതിൻ്റെ ആ വർക്ക് വരുന്നത്. നല്ലൊരു സ്റ്റാൻഡേർഡ് വർക്കാണ്. A-ലൈൻ പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. ബാക്ക് പോർഷൻ ഇങ്ങനെ വരുന്നുണ്ട്. ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ സ്ലിറ്റഡ് ടോപ്പാണ് കാണിച്ചിട്ടുള്ളത്. അത് വേണമെങ്കിൽ ആർക്കെങ്കിലും നമുക്ക് കുറച്ച് പീസസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ എൻക്വയറി ഇടാം. എൻക്വയറി ഇടുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് അതിന് മറുപടി തരാൻ പറ്റും. അതിങ്ങനത്തെ പാറ്റേൺ ആണ്. സെയിം വർക്കെല്ലാം സെയിം ആണ്, ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ സ്ലീവിൽ ആ ഒരു ഫോൾഡ് ചെയ്ത് ഇങ്ങനെ ആ ഒരു ബട്ടണിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അന്ന് വന്നിട്ടുള്ളത് ഇതുപോലെ സ്ലിറ്റഡ് ടോപ്പായിട്ടാണ് വന്നിട്ടുള്ളത്. മിക്കവാറും മീഡിയം ലാർജ് ആർക്കായിരിക്കും ലക്ക്. ആ ഒരു സൈസിലാണ് നമുക്ക് കൂടുതലും ഉള്ളത്. ബാക്കി വലിയ സൈസൊക്കെ ചിലപ്പം പോയി കാണും. ഇതുപോലെയാണ്. ഇത് സ്ലിറ്റഡ് ടോപ്പാണ്. ഇതുപോലെ വരുന്നുണ്ട് സ്ലിറ്റഡ് പാറ്റേൺ ഇഷ്ടമുള്ളവർക്ക് അത് നമുക്ക് എൻക്വയറി ഇടാം. ഇത് നമ്മളെ ക്രിസ്മസ് തീമുമായിട്ട് റെഡും വൈറ്റും തന്നെയാണ്. ഇതിന് മുന്നേ ചെയ്ത ഐറ്റം ആയിരുന്നു. അത് കുറച്ച് പാറ്റേൺസ് ഒക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത് അതിൽ നിന്ന് കുറച്ച് സെയിം ക്ലോത്തും ആ ഒരു വർക്കും ഒക്കെ സെയിം തന്നെ, ചെറിയൊരു വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. റെഡും വൈറ്റും നമ്മളിപ്പം റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ്. നല്ലൊരു വി നെക്കിലാണ് വരുന്നത്. യോക്കിൽ നല്ലൊരു ത്രെഡ് ഉപയോഗിച്ചിട്ടുള്ള മെഷീൻ വർക്കാണ് കൊടുത്തിട്ടുള്ളത്. മെറ്റീരിയൽ വരുന്നത് നെറ്റ് കോട്ടയാണ്. ഫാബ്രിക് വരുന്നത് നെറ്റ് കോട്ടയിലാണ്. ഉള്ളിൽ ക്രേപ്പിന്റെ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. സ്ലിറ്റഡ് ടോപ്പ് ആയിട്ടാണ് വരുന്നത്. നമുക്ക് ഇതിന്റെ ഒരു ക്ലോസർ വ്യൂ കാണാം. യോക്കിൽ നല്ല റിച്ച് ആയിട്ടാണ് ആ ഒരു ത്രെഡിങ്ങിന് വർക്ക് പോയിട്ടുള്ളത്. ഇത്രയും ആ ഒരു ഫ്ലവേഴ്സ് കൊണ്ട് റെഡും ആ ഒരു വൈറ്റും ഗ്രീനും ഒക്കെ അതിൽ കലർന്നിട്ടുള്ളൊരു വർക്കാണ്. നല്ലൊരു നെക്ക് പാറ്റേൺ ആണ്. വി നെക്കിൽ വന്നിട്ടുണ്ട്. ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ്. നമുക്ക് വീനെക്ക് നല്ല കംഫർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വീനെക്കാണ്. അങ്ങനെ വൈഡായ നെക്കൊന്നുമല്ല. നമുക്ക് ഇത്രയും നല്ലൊരു കംഫർട്ടായിട്ട് തന്നെയാണ് നെക്ക് ചെയ്തിട്ടുള്ളത്. നമുക്കിതിൽ M2 XXL സൈസ് അവൈലബിൾ ആണ്. ഇതുപോലെയാണ് അതിൻ്റെ ഒരു ക്ലോസർ വ്യൂ വരുന്നത്. സ്ലിറ്റഡ് ടോപ്പ് ആയിട്ടാണ് വരുന്നത്. ഉള്ളിൽ ക്രേപ്പിന്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ബോഡി പോർഷനിലും സ്ലീവും ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. സ്ലീവിന്റെ എൻഡിൽ ആ ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. റെഡ് കളർ ക്ലോത്ത് കൊണ്ടുള്ളൊരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. നെറ്റ് കോട്ടയാണ് ഫാബ്രിക് വരുന്നത്. ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ളൊരു നെറ്റ് കോട്ട ഫാബ്രിക് ആണ് വരുന്നത്. ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. ഇതിൽ നമുക്ക് M2 XXL സൈസ് അവൈലബിൾ ആണ്. ഇതേ സെയിം പാറ്റേൺ തന്നെ നമുക്കിനി റെഡ് കൂടെ അവൈലബിൾ ആണ്. ഇതുപോലെയാണ് ആ ഒരു വർക്ക് വരുന്നത് യോക്കിൽ. ഇതിൽ നമുക്ക് കംപ്ലീറ്റ് ബോഡി പോർഷനിലും സ്ലീവിലും ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. കംഫർട്ടായിട്ട് യൂസ് ചെയ്യാം. സ്ലീവ് നല്ല തിക്ക് ഇതുപോലെ വരുന്നുണ്ട്. സ്ലീവിന്റെ എൻഡിൽ ആ ഒരു വൈറ്റ് കളർ ക്ലോത്ത് പാച്ചായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വന്ന് യോക്കിൽ സെയിം വർക്കാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള വർക്കാണ്. റോസിന്റെ ആ ഒരു ഫ്ലവർ കൊണ്ടുള്ളൊരു വർക്ക് കൊടുത്തിട്ടുണ്ട്. M2 XXL സൈസ് നമുക്ക് അവൈലബിൾ ആണ്. പ്രൈസ് വരുന്നത് 630 ആണ്. ഫ്രീ ഷിപ്പിംഗ് ആണ്. ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ റെഡും വൈറ്റും വേണമെന്നുള്ളൊരു വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ. നെക്സ്റ്റ് ഐറ്റം വരുന്നത് നെറ്റ് കോട്ട തന്നെ ഫാബ്രിക്. അതിൽ കുറച്ച് വ്യത്യാസമുണ്ട്. നെറ്റ് കോട്ട ഫാബ്രിക്കിൽ വന്നിട്ട് ഹക്കോബ ത്രെഡ് വർക്ക് കൂടെ പോയിട്ടുണ്ട്. ഫ്രണ്ട് പോർഷനിൽ അങ്ങനെ ഒരു ക്ലോത്ത് ആണ്. ബാക്കിൽ പ്ലെയിൻ കളർ നെറ്റ് കോട്ടയാണ് ഫാബ്രിക്. ഇന്ന് ക്രിസ്മസ് തീമിൽ ഇതിലും നമ്മൾ റെഡും വൈറ്റും ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. കുർത്തിയുടെ ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ്. ത്രെഡ് കൊണ്ടുള്ള നല്ലൊരു വർക്കാണ്, മെഷീൻ വർക്കാണ് കൊടുത്തിട്ടുള്ളത്. റോസിന്റെ ഒരു വലിയ ഫ്ലവേഴ്സ് ആണ് സ്ക്വയർ ആയിട്ട് വന്നിട്ടുണ്ട്. അരികിൽ ഫുള്ളും ആ ഒരു വൈറ്റ് കളർ ത്രെഡ് കൊണ്ടുള്ളൊരു വർക്ക് ഇതുപോലെ പോയിട്ടുണ്ട്. ഫാബ്രിക് വരുന്നത് നെറ്റ് കോട്ട ഫാബ്രിക് ആണ്. പക്ഷെ ഒരു ഹക്കോബ ഹക്കോബ ത്രെഡ് വർക്ക് കൂടെ വന്നിട്ടുണ്ട്. അത് ഈ ഒരു പാറ്റേണിൽ വരുന്നതിൽ മാത്രമാണ് ആ ഒരു ഹക്കോബ ആ ഒരു പാച്ച് വർക്ക് വരുന്നത്. ബോഡി പോർഷൻ ലൈനിങ്ങിലാണ്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലുമാണ്. സ്ലീവ് ഇങ്ങനെയാണ് വരുന്നത്. സ്ലീവ് ഹക്കോബയുടെ ആ ഒരു പാച്ച് വർക്കാണ് പോയിട്ടുള്ളത്. സ്ലീവിന്റെ എൻഡിലും ആ ഒരു ലേസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. വൈറ്റ് കളർ ലേസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് അതിന്റെ ഒരു ഫുൾ വ്യൂ വരുന്നത്. സ്ലിറ്റഡ് ടോപ്പ് ആയിട്ടാണ് വരുന്നത്. ഉള്ളിൽ ക്രേപ്പിന്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. M2 XXL സൈസ് നമുക്ക് അവൈലബിൾ ആണ്. ഇത് നല്ലൊരു പാറ്റേൺ ആണ്. ഇത് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. ഇത് നമ്മൾ ഇതിനു മുന്നേ കാണിച്ച ഐറ്റം തന്നെയാണ്. വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ആയതാണ്. അതുകൊണ്ട് ഒന്ന് വീഡിയോ കാണിക്കാമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് കസ്റ്റമർ അന്വേഷിക്കുന്നുണ്ട് ഇത് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചിട്ട്. ലാസ്റ്റ് നമ്മൾ റെഡും വൈറ്റും ഉൾപ്പെടുത്തി എത്രയും പെട്ടെന്ന് കസ്റ്റമറുടെ കയ്യിൽ എത്തിക്കാൻ വേണ്ടിയാണ്.
അതിന്റെ തന്നെയാണ്, വൈറ്റ് ആണ്. ചിലപ്പോൾ നമ്മൾ ഇത് മുന്നേ ചോദിച്ചവർക്ക് സോൾഡ് ഔട്ട് ആയെന്ന് പറഞ്ഞിരിക്കാം. പക്ഷെ അന്ന് ഇല്ലാത്തത് കൊണ്ടാണ്, നമുക്ക് സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പം റീസ്റ്റോക്ക് ആയിട്ടുണ്ട്. ഇതുപോലെയാണ് വരുന്നത്. ഹക്കോബയാണ് ആ ഒരു പാച്ച് വർക്ക് വരുന്നത്. യോക്കിൽ സ്ക്വയർ ആയിട്ടാണ് ആ ഒരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുള്ളത്. ബോഡി പോർഷൻ ലൈനിങ്ങിലാണ്, സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും സ്ലിറ്റഡ് ടോപ്പ് ആയിട്ടാണ് വരുന്നത്. ഫ്രണ്ട് പോർഷനിൽ ഇതേപോലെ ആ ഒരു ഹക്കോബയുടെ ആ ഒരു ക്ലോത്ത് ആണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. ഇതുപോലെ നെറ്റ് കോട്ടയിൽ ഹക്കോബയാണ്. ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്രിസ്മസ് കളക്ഷന് നമ്മൾ റീസ്റ്റോക്കിംഗ് ഏറ്റവും നല്ലൊരു രംഗീല സിൽക്കിൽ എ ലൈൻ പാറ്റേൺ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല പാറ്റേൺസ് ആണിത്. നമുക്ക് ക്രിസ്മസ് ഫംഗ്ഷനും ഒക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ സൂപ്പർ ഐറ്റമാണ്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. ഏത് സൈസാണോ വേണ്ടത് അതും കൂടെ ഒന്ന് മെൻഷൻ ചെയ്ത് ഫസ്റ്റിലെ തന്നെ നിങ്ങൾ എൻക്വയറി ഇടാൻ ശ്രമിക്കുക. അപ്പം ഇങ്ങനെ കുറച്ച് ആ ഒരു മെസ്സേജിന് ലാഗിങ് ഉണ്ടാവില്ല. ആ ഒരു അല്ലെങ്കിൽ ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ താഴോട്ട് പോകും, വീണ്ടും നമ്മൾ എൻക്വയറി ഇടും. അങ്ങനെ വരുമ്പോഴേ ആദ്യം ചിലപ്പോൾ കസ്റ്റമർ അന്വേഷിച്ച ആളിനും പിന്നെ കിട്ടിയെന്ന് വരില്ല. അങ്ങനെ നമുക്ക് ഒരുപാട് പരാതി വന്നിട്ടുണ്ട്. ആദ്യം ചോദിച്ചതായിരുന്നല്ലോ എന്ന്. അപ്പം നമ്മൾ അവൈലബിൾ ആണെന്ന് പറയും, പക്ഷെ വീണ്ടും അവർ ലേറ്റ് ആകും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. അപ്പം വേഗം തന്നെ ഒരു മെസ്സേജ് ഇട്ടോളൂ. ഓക്കെ.